കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേരളത്തിന് അടിയന്തരാശ്വാസമില്ല. കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. കൂടുതൽ കടമെടുപ്പിന് കേരളത്തിന് അനുവാദവുമില്ല. ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച തീരുമാനം 5 അംഗ ബെഞ്ചിന് കോടതി വിട്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കേരളം പ്രതീക്ഷിച്ചതുപോലൊരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായില്ല. വിശദമായ വാദം കേൾക്കണം. അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോവുകയാണ്. അടിയന്തരമായി കടമെടുക്കണം എന്നുള്ള ആവശ്യവും കോടതി അംഗീകരിച്ച് നൽകുന്നില്ല. ഇന്ന് കോടതിയിൽ കണ്ടത് എന്താണ് ഇതിൽ കോടതി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. റീജിത്ത്, കോടതി പറഞ്ഞ കാര്യം, കഴിഞ്ഞ തവണ കോടതി ഇടപെട്ടതുകൊണ്ട് 13,000-ഓളം കോടി രൂപ കേരളത്തിന് കടമെടുക്കാനായിട്ട് അധികമായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ എല്ലാ ഘട്ടത്തിലും അങ്ങനെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയൊക്കെ പരിശോധിക്കാതെ അനുവദിക്കാനായിട്ട് സാധിക്കില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഭരണഘടനയുടെ 293-ാം വകുപ്പാണ്. ഈ 293-ാം വകുപ്പിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം എത്രമാത്രമാണ്, അഥവാ കേന്ദ്രത്തിന്റെ നിയന്ത്രണം എത്രത്തോളം ആകാം എന്നതിനെ സംബന്ധിച്ച് ഒന്നും ഉള്ള പരാമർശങ്ങൾ ഏതെങ്കിലും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ 293-ാം അനുച്ഛേദം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായി ഇത് മാറുന്നതുകൊണ്ട് തന്നെ അക്കാര്യം ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതാണ് ഉചിതം എന്ന നിലപാടാണ് സുപ്രീം കോടതി എത്തിയത്. ഈ അടിയന്തര ആശ്വാസമായിട്ട് 10,000 കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തെയും സുപ്രീം കോടതി വിലയിരുത്തി. 14-ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ആ ഘട്ടത്തിൽ കൂടുതൽ തുക കേരളം കടമെടുത്തിരുന്നു. അതിന് ആനുപാതികമായിട്ടുള്ള തുകയാണ്. അതുകൊണ്ട് തന്നെ 15-ാം കമ്മീഷന്റെ സമയത്ത് കുറവ് വരുത്തിയത്. അത് ആ വിധത്തിൽ പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു അടിയന്തര ഉത്തരവിന് തങ്ങൾ മുതിരുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതുവഴി ഏതാണ്ട് 5,000 കോടി നേരത്തെ കേന്ദ്രം കേരളത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു. ഒരുപക്ഷെ അത് മാത്രമാകും കേരളത്തിന് ലഭിക്കുക എന്നുള്ളതാണ് അവസ്ഥ. അല്ലാതെ അടിയന്തരമായിട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ട 10,000 കോടി രൂപ ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസമുള്ളത് ഈ സ്യൂട്ട് ഹർജി, കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി, അത് ഹർജി തള്ളാതെ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ നിലപാടുകൾ തുടർന്നും ശക്തമായിട്ട് സംസ്ഥാനത്തിന് അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം അത് നൽകുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ GSDPയുടെ 3% മാത്രമേ കടമെടുക്കാനായിട്ട് സംസ്ഥാനത്തെ അനുവദിക്കൂ എന്നുള്ളത് ഇപ്പോൾ കേന്ദ്രം ഒരു നയം ആക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ധനകാര്യ കമ്മീഷന്റെ കൂടി നിഗമനത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കിഫ്ബി അടക്കമുള്ള ഈ ബഡ്ജറ്റ് പുറത്തുള്ള കടമെടുപ്പ്, ആ കടമെടുപ്പ് പരിധിയും ഈ ധനകമ്മിയുടെ ഭാഗമായിട്ട് കൂട്ടും എന്ന നിലപാടും കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കേരളത്തിന് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ അറിയിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകുന്നു, അഥവാ സുപ്രീം കോടതിയിൽ അതിനൊരു ആശ്വാസം തേടാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് ഇന്നത്തെ സുപ്രീം കോടതി നിലപാടിന്റെ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഘടകം. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.